നിങ്ങൾക്ക് കുറെ ഡേറ്റ തന്നിട്ടുണ്ട്. ജിയോളജി, ജിയോമോർഫോളജി, ലാൻഡ് യൂസ്, റിലീഫ്, സോയിൽ, സ്ലോപ്പ് എന്നിങ്ങനെ കുറെ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയുടെ മാത്രം ഡേറ്റ ക്ലിപ്പ് ചെയ്ത് അതിന്റെ ഏരിയ കണ്ടെത്തിയാൽ മതിയാകും. മാപ്പ് സെറ്റ് ചെയ്യുമ്പോഴും 2 മാപ്പ് സ്ട്രീം ഓർഡർ, ഫുൾ വാട്ടർഷെഡിൽ നിങ്ങളുടെ വാട്ടർഷെഡ് ഏരിയ ഉൾപ്പെടുന്ന 2 മാപ്പ് പോയിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ സ്റ്റഡി ഏരിയയിലുള്ളത് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ നിന്ന് നിങ്ങളുടെ ബൗണ്ടറി എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ വാട്ടർഷെഡ് ഗ്രൂപ്പ്സ് എന്ന ലെയർ ഇവിടെ ആഡ് ചെയ്ത് അതിൽ ഒന്ന് സെലക്ഷൻ വെച്ചതിന് ശേഷം സെലക്ഷൻ ആരോ ഉപയോഗിച്ച് വാട്ടർഷെഡിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് സേവ് സെലക്ടഡ് ഫീച്ചർ ആസ് കൊടുത്ത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് ഗ്രൂപ്പ് ബൗണ്ടറി എന്ന് മാത്രം കൊടുക്കുന്നു. നിങ്ങൾ വാട്ടർഷെഡ് ബൗണ്ടറി അത് ഏത് കോഡാണെന്ന് കൂടെ ചേർത്തുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് 5 എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ബൗണ്ടറി മാത്രം കിട്ടി. ഇനി നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നതും ഈ എല്ലാ തീമാറ്റിക് മാപ്പുകളും ലാൻഡ് യൂസ്, ജിയോളജി, ജിയോമോർഫോളജി, റിലീഫ്, സ്ലോപ്പ്, സോയിൽ ഇവയെല്ലാം ഈ ഏരിയയുടേത് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ലാൻഡ് യൂസിന്റെ ഫുൾ ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ വാട്ടർഷെഡ് ഏരിയ മാത്രം ഒന്ന് ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്യാനായിട്ട് വെക്റ്റർ മെനുവിൽ ജിയോ പ്രോസസിംഗ് ടൂൾസിൽ ക്ലിപ്പ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഫുൾ ലാൻഡ് യൂസിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഏരിയ ക്ലിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ ലാൻഡ് യൂസ് ഇൻപുട്ട് ലെയർ ആയി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയ പോർഷന്റെ ബൗണ്ടറി കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഫയൽ കൊടുത്ത് നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി ഒരു ഫോൾഡർ, പുതിയ ഫോൾഡർ ഉണ്ടാക്കിയതിലേക്ക് സേവ് ചെയ്യുക. ഞാൻ പുതിയ ഫോൾഡർ ഓപ്പൺ ആക്കാൻ പോയാൽ ഹാങ് ആവും, അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്നു ലാൻഡ് യൂസ്. തിരിച്ചറിയാൻ വേണ്ടി ഞാൻ GRP എന്ന് കൊടുക്കുന്നു ഗ്രൂപ്പിൻ്റെത്. നിങ്ങൾ അനുയോജ്യമായ ഒരു പേര് കൊടുക്കുക. റൺ ചെയ്യുന്നു. അപ്പോൾ ഈ പോർഷൻ മാത്രം ക്ലിപ്പായി. അടുത്ത് ഇനി നമുക്ക് മറ്റൊരു ലെയർ ആണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്യണമെന്നില്ല. പാരാമീറ്റേഴ്സിൽ ഇവിടെ ലാൻഡ് യൂസ് എന്നുള്ളത് മാറ്റി അടുത്ത് ജിയോളജി. നിങ്ങൾക്ക് ബ്രൗസർ പാനലിൽ നിന്ന് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ജിയോളജി ഇവിടെ ഡ്രാഗ് ചെയ്തു. വീണ്ടും ഈ സേവ് ടു ഫയലിൽ പോയി നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? ജിയോളജി എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ ജിയോളജി ഡേറ്റ ക്ലിപ്പായി. വളരെ ഈസിയാണ്. അടുത്ത വീണ്ടും പാരാമീറ്റേഴ്സിൽ പോയി ജിയോമോർഫോളജി ആഡ് ചെയ്യുന്നു. ഇവിടെ എത്തുന്നു, സേവ് ടു ഫയൽ, ജിയോമോർഫോളജി എന്ന് കൊടുക്കുന്നു. അടുത്ത് എന്തുണ്ട്? റിലീഫ് ഉണ്ട്. റിലീഫ് 10 മീറ്ററിൻ്റെ എടുക്കാം. അപ്പൊ പാരാമീറ്റേഴ്സ് ടാബില് റിലീഫ് വന്നിട്ട് ഇവിടെ സേവ് ടു ഫയൽ റിലീഫ് എന്ന് കൊടുക്കുന്നു. ഇത്ര നേരത്തെ കൊച്ചു ജോലിയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ആ റിലീഫിന്റെ ലെയറിൽ എന്തോ എറർ ഉണ്ട്, അതാണ് ഇത്ര മാത്രമേ ക്ലിപ്പായി വന്നുള്ളൂ. അപ്പോൾ റിലീഫ് 10 മീറ്റർ എന്നതിനെ നമുക്കൊന്ന് ഫിക്സ് ജോമെട്രി അല്ലെങ്കിൽ എന്തോ എടുക്കണം, റിപ്പയർ ജോമെട്രി, ഇത് ഏതെങ്കിലും ഒന്ന് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് ഈ എറർ ഒന്ന് മാറ്റണം. എറർ ആയതുകൊണ്ടാണ് ഈ റിലീഫ് ഇപ്പോൾ ഫുള്ളായിട്ട് വരാത്തത്. ഗ്രൂപ്പ് ബൗണ്ടറിയിൽ കുറച്ച് പോർഷൻ മാത്രമേ വന്നുള്ളൂ. ഇത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഈ റിലീഫിന്റെ ഫയലിൽ എന്തോ എറർ ഉണ്ടെന്ന് മനസ്സിലായി. റിലീഫിന്റെ ഫയലിൽ എറർ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ലെയറിനെ ഒന്ന് നമുക്ക് ഫിക്സ് ജോമെട്രി എന്ന പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. അതിനുവേണ്ടി പ്രോസസിംഗ് ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പ്രോസസിംഗ് ടൂൾ ബോക്സ് ഉണ്ട്, അതിൽ നിന്ന് ഫിക്സ് ജോമെട്രി എന്ന് കൊടുക്കുക.
ഫിക്സ് ജോമെട്രീസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് റിലീഫിലാണ് നമുക്ക് എറർ കണ്ടത്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് റിലീഫ് തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റേണ്ടി വന്നില്ല എനിക്ക്. അതിനുശേഷം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുക, അല്ലെങ്കിൽ ഈ ബ്രൗസർ പാനലിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇടുക, ഏതായാലും മതി. അതിനുശേഷം സേവ് ചെയ്യണം. എവിടെയാ സേവ് ചെയ്യേണ്ടത്? പുതിയ ലെയർ റിലീഫ് ട്രിനം ന്യൂ എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇനി ആ ലെയറിൽ നിന്ന് നമ്മൾ ക്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ, ക്ലിപ്പ് ചെയ്യാൻ വെക്ടറിൽ ജിയോ പ്രോസസിംഗ് ക്ലിപ്പ് റിലീഫ് 10 മീറ്റർ ന്യൂ, അതിൽ നിന്ന് നമ്മുടെ വാട്ടർഷെഡ് ബൗണ്ടറി ഗ്രൂപ്പ് ബൗണ്ടറി എവിടെയാ, ഗ്രൂപ്പ് ബൗണ്ടറി ഇനി സേവ് ചെയ്യണം. റിലീഫ് നേരത്തെ പേരെടുക്കില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് റിലീഫ് 1 കൊടുക്കുന്നു. 1 ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ 1 കൊടുത്തു, സേവ് കൊടുത്തു. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ റിലീഫ് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ റിലീഫ് ഒന്ന് ഇതിൽ മാറ്റിയതാണ്, ഡാറ്റ ഫുള്ളായി വന്നതുകൊണ്ടൊന്ന് കളഞ്ഞതാണ്. അപ്പോൾ ഇത് റിലീഫായി. ഇനി സോയിൽ ഡേറ്റ, അതാണ് സോയിൽ ഡേറ്റ. സോയിലിനെ ഒന്ന് ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ആക്കി നോക്കിയാൽ അതിനകത്ത് ഡെപ്ത് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ അതില് നമുക്ക് ഡെപ്തിന്റെ ഒരു മാപ്പും ഡീറ്റെയിൽസും ഏരിയയും വേണം, ടെക്സ്ചറിൻ്റെത് ഒന്ന് വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെ ഓരോ ഫീൽഡ് കൊണ്ടും ഇതിനെ ഡിസോൾവ് ചെയ്യണം. ഡിസോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം, കാരണം ആ ഫീൽഡ് വാല്യൂ മാത്രം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡിസോൾവ് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യണം, വെക്ടറിൽ ജിയോ പ്രോസസിംഗിൽ ഡിസോൾവ് കൊടുത്ത് സോയിൽ ഡേറ്റ, സോയിൽ വന്നിട്ടുണ്ട്. സോയില് ആദ്യം ഡെപ്ത് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഡെപ്ത് എടുത്താൽ മതി. ഡെപ്ത് എടുത്ത് ഓക്കെ കൊടുക്കുന്നു, സോയിൽ ഡെപ്ത് എന്ന് കൊടുക്കുന്നു. ഇത് ക്ലിപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. സോയിൽ ഡെപ്ത് സേവ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സോയിലിനെയും ക്ലിപ്പ് ചെയ്യുന്നു. വെക്ടർ ജിയോ പ്രോസസിംഗ് ക്ലിപ്പ്, സോയിലിനെ ഇവിടെ എടുക്കുന്നു. നിങ്ങളുടെ ബൗണ്ടറി വെച്ച്, ഔട്ടർ ഗ്രൂപ്പ് ബൗണ്ടറി വെച്ച് ക്ലിപ്പ് ചെയ്യുന്നു. സേവ് ടു ഫയൽ, സോയിൽ ഡെപ്ത് എന്ന് കൊടുക്കുന്നു. സോയിൽ ഡെപ്ത് അല്ല, സോയിൽ എന്ന് കൊടുക്കുന്നു. സേവ്, റൺ. ഇപ്പോൾ നിങ്ങളുടെ പോർഷന്റെ സോയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഡിസോൾവ് ചെയ്യണം. ഇതിനകത്ത് 2 തീമുണ്ട്. സോയിലിന്റെ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, സോയിൽ ഡെപ്തും സോയിൽ ടെക്സ്ചറും ഉണ്ട്. അപ്പോൾ ഡെപ്തിന്റെ രണ്ടാമത്തെ കോളവും ടെക്സ്ചർ ജെ എന്നുള്ളതും എടുത്താൽ മതി. രണ്ടിലും ജെ എന്ന് വരുന്ന എടുത്താൽ മതി. അപ്പോൾ ഡിസോൾവ് ചെയ്യാം. വെക്ടറിൽ പോയി ജിയോ പ്രോസസിംഗിൽ ഡിസോൾവ്, സോയിൽ എന്ന ഫീൽഡ് ഡേറ്റ എടുക്കുക. ഫസ്റ്റ് സോയിൽ ഡെപ്ത് എന്നത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ടു ഫയൽ, സോയിൽ ഡെപ്ത് എന്ന് കൊടുക്കുക. സേവ്, റൺ ചെയ്യുക. ഇപ്പോൾ സോയിൽ ഡെപ്ത് കിട്ടി. വീണ്ടും പാരാമീറ്റേഴ്സിൽ സോയിൽ തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഫീൽഡ് ചൂസ് ചെയ്യാം. ടെക്സ്ചർ ഓക്കെ കൊടുക്കുക. ഇവിടെ സേവ് ടു ഫയൽ, സോയിൽ ടെക്സ്ചർ, സേവ് ചെയ്യുക, റൺ ചെയ്യുക. അപ്പോൾ സോയിലിന്റെ ഡേറ്റയായി. ഇനി സ്ലോപ്പ് ഉണ്ട്, സ്ലോപ്പിന്റെ ഡേറ്റ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതൊന്ന് ഓപ്പൺ ആവാൻ തന്നെ ഒത്തിരി നേരം എടുക്കും. ഞാൻ ഫോൾഡറിൽ ചെന്ന് ഷേപ്പ് ഫയൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം.
സ്ലോപ്പിൽ നിന്നും ഇതുപോലെ നമ്മൾ വെക്ടറിൽ പോയി ജിയോ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നു. സ്ലോപ്പ് ഗ്രൂപ്പ് ബൗണ്ടറി കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സ്ലോപ്പ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സ്ലോപ്പ് ഉണ്ടെന്നതുകൊണ്ട് ഞാൻ കൊടുത്തു, സേവ്, റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ ഡേറ്റ എല്ലാം ക്ലിപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി പറയേണ്ടതുണ്ടോ? ഒന്നുകൂടെ നോക്കട്ടെ. സ്ലോപ്പിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ എടുക്കുമ്പോൾ ഇവിടെ ഡിസോൾവ് ചെയ്ത് വച്ചിട്ടുള്ള ഡേറ്റ ആയിരുന്നു ഇത്. അതുകൊണ്ട് ക്ലിപ്പ് ചെയ്തതും ഡിസോൾവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആകെ 5 വാല്യൂ ഉള്ളൂ. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന യൂണിറ്റ് നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ ഇല്ല. എബോ 35% സ്ലോപ്പ് ഇല്ല നിങ്ങളിൽ. അപ്പോൾ ഏരിയ കാണാൻ വേറൊന്നുമില്ല. ഇവിടെ ഈ ഒന്ന് ടോഗിൾ എഡിറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ഫീൽഡ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ഫീൽഡ് ടിക്കൊണ്ട് ഫീൽഡ് നെയിം ഏരിയ, ഹെക്ടർ, ഡെസിമൽ നമ്പർ റിയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രിസിഷൻ 2 കൊടുക്കുക. ജിയോമെട്രിയിൽ പോയിട്ട് $area ഡിവൈഡഡ് ബൈ സിംഗിൾ കോഡ്സിൽ 10,000 ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓരോ ലാൻഡ് യൂസ് ഇവിടുത്തെ ഓരോ സ്ലോപ്പും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ലൈൻസ് പോലെ ഉള്ള ഒരു യെല്ലോ കളർ കാണുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ഓൾ സെലക്ട് ആയി. അതിനുശേഷം ഇവിടെ ഈ കട്ട് ചെയ്യുന്നതിനടുത്തൊരു കോപ്പി സെലക്ടഡ് റോസ് കോപ്പി ചെയ്തു. അതിനുശേഷം എക്സലിലേക്ക് വന്ന് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഫസ്റ്റ് എ എന്ന് പറയുന്ന കോളത്തിൽ വരുന്നത് വേണ്ട, അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹെഡിങ്ങിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു ലൈനിൽ കിട്ടും. ഇത് വലിയ കോളത്തിനെ റോയെ ചെറുതാക്കാൻ വിട്ട് റോ ഹൈറ്റ് കുറയ്ക്കാൻ അറിയാമല്ലോ. എളുപ്പ വഴിയുണ്ട്. മൊത്തം ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു റോ ഇങ്ങനെ ചെറുതായി കൊടുത്താൽ മതി, എല്ലാം ചെറുതാവും. ഇത്രയും കിട്ടി. ഇതിന്റെ ടോട്ടൽ എടുക്കാൻ അറിയാലോ. ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോസം കൊടുക്കുക. ടോട്ടൽ ഏരിയ കിട്ടി. ഇവിടെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ടോട്ടൽ ഏരിയ ഇവിടെ കിട്ടി. ഓരോന്നും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നറിയാൻ ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഡിവിഷൻ സിമ്പിൾ കീബോർഡിൽ നിന്ന് കൊടുത്തിട്ട് 149.88 എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യണം. ഇൻറ്റു 100 എൻ്റർ ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ് 0 to 3% ലെവൽ ജെന്റിൽ സ്ലോപ്പ് ആയിട്ടുള്ളത് എന്നറിയാൻ പറ്റും. അതിനുശേഷം ഇതിനെ ഒന്ന് ഏറ്റവും താഴെ ഒരു ചെറിയ പോയിന്റ് കാണുന്നുണ്ട് റൈറ്റ് സൈഡ് ബോട്ടമിൽ. ഈ സെല്ലിന്റെ റൈറ്റ് സൈഡ് ബോട്ടമിൽ കാണുന്ന ആ ഒരു പോയിന്റ് പോലത്തെ നമ്മുടെ കഴ്സർ കൊണ്ടുവരുമ്പോൾ ഈ പ്ലസിന്റെ സിമ്പൽ വേറൊരു പ്ലസ് സിമ്പൽ ആകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇവിടെ വരെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിന്റെയും പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ 24.8131 എന്നുള്ളത് നമുക്ക് 2 ഡെസിമൽ പ്ലേസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എടുക്കുക. ഫോർമാറ്റ് സെൽസിൽ നമ്പർ 2 ആക്കുക. കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ആക്കുക. 2 ആക്കിയിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് കിട്ടും. ഇനി റിപ്പോർട്ടിൽ വെക്കാൻ നമുക്കിത് കോളം ഒക്കെ വേണം. അപ്പോൾ നമ്മൾ ഈ വാല്യൂ തൊട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഐഡി എന്ന കോളം നമുക്ക് വേണ്ട, അതും കൂടെ ഡിലീറ്റ് ചെയ്യുന്നു. വേണ്ടാത്ത കോളം ഒക്കെ കളഞ്ഞു. സ്ലോപ്പ് ഏരിയ ഇവിടെ പെർസെൻറ്റേജ് കൊടുത്തു. ഇനി ഇതിനെ എല്ലാം ബോക്സിലാക്കുക. മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ ഓൾ ബോർഡേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതായി. ഇതൊന്ന് സേവ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? ഈ ഷീറ്റിന്റെ പേര് നമുക്ക് സ്ലോപ്പ് എന്ന് കൊടുക്കാം. റീനെയിം. അപ്പോൾ സ്ലോപ്പിന്റെ ഏരിയ കണ്ടു. ഇനി എന്തിന്റെ കാണണം? ഇത് ക്ലോസ് ചെയ്തു.
ഇതുപോലെ ഓരോ തീമിൻ്റെതും കണ്ടാൽ മതി. അടുത്ത സോയിൽ ടെക്സ്ചർ നമ്മൾ ഡിസോൾവ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ, ഒരു ഫീൽഡ്, ഇവിടെ ഫീൽഡ് ടോഗിൾ എഡിറ്റിംഗ്, ഒരു ഫീൽഡ് കാൽക്കുലേറ്റർ പോയിട്ട് എളുപ്പമല്ലേ? ഇനി പറയണോ? ഏരിയ ഹെക്ടർ, ഡെസിമൽ നമ്പർ റിയൽ, പ്രിസിഷൻ 2, അതിനുശേഷം ജോമെട്രിയിൽ $area ഡബിൾ ക്ലിക്ക് ഡിവൈഡഡ് ബൈ സിംഗിൾ കോഡ്സിൽ 10,000. ഓക്കെ കൊടുത്തപ്പോൾ ഏരിയ കിട്ടി. വീണ്ടും നമ്മൾ ഇതിനെ കോപ്പി ചെയ്യുന്നു. കോപ്പി, നമ്മളിവിടെ എത്തുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് രണ്ടെണ്ണം വേണ്ട അല്ലേ നമുക്ക്? ഡെപ്ത് അല്ലേ? ആദ്യത്തെ 2 എണ്ണം കളഞ്ഞിട്ട് ഈ ടെക്സ്ചർ ഇതിൽ വേണ്ട. നമ്മളിത് ഡെപ്ത് ആണ് ഡിസോൾവ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് ഡെപ്ത് എന്ന് ഒന്നുകൂടെ പേര് കൊടുക്കാൻ, ഡെപ്ത്. ഇനി ടോട്ടൽ ആണ് അറിയാലോ, ഓട്ടോസം. അടുത്ത് ഇതിന്റെ കാണാൻ ഈക്വൽ ടു, ഫസ്റ്റ് വാല്യൂ ക്ലിക്ക് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 149.88 ഇൻറ്റു 100 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ ചെയ്ത അത് തന്നെ അടിക്കുന്നു, കിട്ടുന്നു. ഇതിനി ഫോർമാറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് 1 മണിക്കൂർ ചെയ്യേണ്ട ജോലിയേ ഉള്ളൂ ആകെ. സേവ് ചെയ്തു. അപ്പോ ഡെപ്തിന്റെ ഇതും കിട്ടി. ഇനി എന്താ പറഞ്ഞു തരാനുള്ളത്? ഇത്രയാണ് ഏരിയ ടേബിൾ കാണുന്നത്. ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത മാപ്സിന്റെ കാര്യം വേറൊരു വീഡിയോയ്ക്ക് തരാം.